What's up, Chelsea fans, football fans? Welcome back to Chelsea Current Channel. ഒരു പ്രോപ്പർ മാച്ച് റിവ്യൂ ചെയ്യാം, കാരണം ഞാൻ കളി മുഴുവൻ കണ്ടു. Was Middlesbrough poor or was Chelsea really good? Now, പൊതുവെ ESPN പണ്ഡിറ്റ്സ് അറിയാലോ, നമുക്കെതിരെയാണ് അവന്മാർ. എന്ത് പറഞ്ഞാലും നമുക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ, കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ കളി അവസാനം എന്താ പറഞ്ഞത്, ഞാൻ ഒരു ഓപ്പൺ മൈൻഡിൽ ഇരുന്ന് കണ്ടു. കാരണം എന്നാലും കളി ജയിച്ചു. ഫിഫ്ത്ത് സ്റ്റാൻഡ് ആപ്പിൽ അതിന്റെ കംപ്ലീറ്റ്ലി ഇതിന്റെ മാച്ച് റീപ്ലേ അവൈലബിൾ ആണ്. ഞാൻ കംപ്ലീറ്റ്ലി ഓപ്പൺ മൈൻഡ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഈ മാച്ച് നടക്കുന്ന സമയത്ത് കാണുന്ന റെസ്പോൺസുകളൊന്നുമല്ല ഞാൻ മാച്ചിൽ കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് നമ്മൾ ശോകമായിരുന്നു. കാരണം അതിന്റെ എല്ലാ പ്രശ്നങ്ങളും കാണാനുണ്ടായിരുന്നു. ആദ്യത്തെ ഗോള് നമ്മൾ നേടി, അതിനുശേഷവും നമ്മൾ കാര്യമായിട്ടൊന്നും പെർഫോം ചെയ്തിട്ടുണ്ടായില്ല. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അടിച്ചിരിക്കുന്ന ഗോളൊക്കെ ഒന്നില്ലെങ്കിൽ മിഡിൽസ്ബ്രോയിന്റെ മിസ്റ്റേക്കിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ ട്രാൻസിഷനിൽ നിന്ന് നമ്മൾ പ്രസ് ചെയ്തെടുത്ത് നേടിയ ഒരു ഗോള്. ഏറ്റവും എടുത്ത് പറയേണ്ടത് ദിസാസിയുടെ ഗോൾ അടിപൊളിയായിരുന്നു. ദിസാസിനെ എടുത്ത് പാൽമർ, സ്റ്റേർലിംഗ് തിരിച്ച് ദിസാസിലേക്ക് വന്ന അടിപൊളി ഒരു ഗോള് തന്നെയായിരുന്നു. കോണർ ഗാലർ അസിസ്റ്റ് ചെയ്ത ഗോള്, അതും ഒരു മിഡിൽസ്ബ്രോ മിസ്റ്റേക്ക് ആയിരുന്നു. 2 അസിസ്റ്റ് മിഡിൽസ്ബ്രോ മിസ്റ്റേക്ക് ആയിരുന്നു. നമ്മൾ കാര്യമായിട്ടൊരു ഓപ്പൺ പ്ലേയിൽ നിന്നൊരു ചാൻസ് ക്രിയേറ്റ് ചെയ്ത് 1-2 ചാൻസ് ക്രിയേറ്റ് ചെയ്തായിരുന്നു. ഒരു അടിപൊളി ഒരു ത്രൂ ബോൾ മറ്റേ നോണി മാഡുക്കിക്ക് ഗാലഗറിന് കൊടുത്തു. പിന്നെ എൻസോ ഫെർണാണ്ടസിന് ഫസ്റ്റ് ഹാഫിൽ കോണർ പാൽമർ കൊടുത്തു. പിന്നെ ബ്രോയൊക്കെ 1-2 ഷോട്ട് കൊടുത്തു. ചെക്കനാണെങ്കിൽ ഷോട്ട് എടുക്കാനും കൂടെ പറ്റുന്നില്ല ബ്രോയെ. അപ്പൊ അധികം കുറ്റം പറയുന്നില്ല. അപ്പോ നമ്മൾ 6-1 ജയിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാവരും ജയിക്കും. ജയിക്കുമ്പോഴും വിമർശനമാണോ? അങ്ങനെയല്ല. ജയിക്കുമ്പോൾ നമ്മൾ കുറ്റങ്ങൾ കണ്ടെത്തണം, കുറ്റങ്ങളല്ല പോരായ്മകൾ കണ്ടെത്തണം. തോക്കുമ്പോൾ ഉണ്ടായ നല്ല കാര്യങ്ങൾ കണ്ടെത്തണം. എന്നാലും നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. പോച്ചറ്റീനോന് ഞാൻ കൊടുക്കേണ്ട സപ്പോർട്ട് ഞാൻ ഈ ചാനലിൽ ഞാൻ വഴി പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താണ് അദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങളും, ഉദാഹരണത്തിൽ ഈ പറയുന്ന പോലെ പ്ലെയർ ഇഞ്ചുറി, പ്ലെയർ അൺഅവൈലബിലിറ്റി, അതിന്റെ പേരിൽ. പക്ഷെ വിമർശനം ബീങ് പ്ലേഡ് ഔട്ട് ഓഫ് പൊസിഷൻ ഉള്ള വിമർശനം. ആൻഡ് ഇതൊരു നല്ലൊരു ജയമാണ്. ജയം നമ്മൾ ആഘോഷിക്കുന്നതാണ്. പക്ഷെ ഐ തിങ്ക് ദർ ആർ സ്റ്റിൽ ഗ്ലെയറിംഗ് ഇഷ്യൂ. ആൻഡ് എന്നെ സംബന്ധിച്ച് ദ ബിഗ്ഗസ്റ്റ് ഗ്ലെയറിംഗ് ഇഷ്യൂ പോച്ചറ്റിനോന്റെ സിസ്റ്റത്തിൽ ഈസ് ദാറ്റ് നമ്പർ 10 റൈറ്റ് ഫുട്ടഡ് പ്ലെയർ. അത് ഭയങ്കര ഒരു മാസീവ് മിസ് ആണ്. അവിടെ ഇപ്പൊ നമുക്ക് കളിക്കാനായിട്ട് പ്ലെയേഴ്സും ഇല്ല. നമുക്ക് നമ്മുടെ മേസൺ മൗണ്ടിന്റെ ആ സ്പോട്ട്, ആ ഹാഫ് സ്പേസ് ഉപയോഗിച്ച് കളിക്കാൻ പറ്റിയ ഒരു പ്ലെയർ, ആ ടൈറ്റ് സ്പേസിൽ ഇരുന്ന് കളിക്കാൻ പറ്റിയ ഒരു പ്ലെയർ. അപ്പുറത്ത് പാൽമർ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്, ഒരു സംശയമില്ല. വാട്ട് എ സൈനിങ് ദിസ് ഗൈ ഹാസ് ബീൻ. ഇപ്പുറത്ത് നമുക്ക് കളിക്കാൻ ആളില്ല. 2 പേര് ഇഞ്ചോർഡ് ആണ്. കാർണെ ചുക്കോമൊക്കെ ഇഞ്ചോർഡ് ആണ്. ഈ എൻകുങ്കു ഇഞ്ചോർഡ് ആയിരുന്നു. കാർണെ ചുക്കുമൊക്കെ വരുന്നതോടെ ഒരു പക്ഷെ നമുക്ക് ആ സ്ലോട്ട് ഏകദേശം ഫില്ലായി എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ദാറ്റ് ഈസ് എ മാസീവ്. കാരണം ആ ഒരു ഹോളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോച്ചറ്റിനോ ഫില്ല് ചെയ്യാൻ നോക്കുന്നത്. കാരണം ലൈനപ്പ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കൈസഡോ വാസ് എ ലോൺ മിഡ്ഫീൽഡർ, 2 നമ്പർ 8s വിച്ച് ഇസ് പാൽമർ ആൻഡ് എൻസോ ഫെർണാണ്ടസ്. പാൽമർ റൈറ്റ് ഹാൻഡ് ഹാഫ് സ്പേസ്, എൻസോ ഫെർണാണ്ടസ് ലെഫ്റ്റ് ഹാൻഡ് ഹാഫ് സ്പേസ്. ആൻഡ് ആദ്യ പകുതിയിൽ എൻസോ ഫെർണാണ്ടസ് എവിടെയായിരുന്നു? എൻസോ ഫെർണാണ്ടസ് ഏറ്റവും മുമ്പിലായിരുന്നു. മറ്റേ ബ്രോയിനെക്കാട്ടിലും മുമ്പിലായിട്ടാണ് എൻസോ ഫെർണാണ്ടസ് കളിച്ചിരുന്നത്. കൈസഡോ ഭയങ്കര ഒറ്റയ്ക്കായിരുന്നു. 3-1 ആയിരുന്നു നമ്മുടെ ശരിക്കും പറഞ്ഞ ഒരു ഷേപ്പ്. ഭയങ്കര മോശം ഷേപ്പായിരുന്നു. ഒരു ഫ്ലൂയിഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ യെസ്, മുഡ്രിക് ചിൽവെൽ ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് ആയിട്ട് വന്നു. മുഡ്രിക് ഒക്കെ ആയിട്ട് അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്തു. അതൊക്കെ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ നടന്നു എന്ന് പറയുകയാണെങ്കിൽ തന്നെ ടാക്ടിക്കലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് മാറ്റം വന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ചിൽവെൽ വാസ് എക്സലന്റ്. ആദ്യത്തെ ഗോൾ തന്നെ ചിൽവെൽ ആ പറയുന്ന പോലെ മിഡിൽസ്ബ്രോയിന്റെ ഒരു മിസ്റ്റേക്കിൽ നിന്ന് ചിൽവെൽ വന്ന് ബോൾ സ്നാച്ച് ചെയ്ത് ഒരു ബ്യൂട്ടിഫുൾ ലേ ഓഫ് ടു റഹീം സ്റ്റേർലിംഗ്. അത് നല്ലൊരു ബ്രില്യന്റ് ആയിട്ടുള്ളൊരു പോച്ചിങ് അറ്റംപ്റ്റ് തന്നെയായിരുന്നു. അപ്പൊ പിന്നെ പോരാത്തന്നെ അങ്ങനെ വല്ലാണ്ട് ഹൈ പ്രഷർ ഒക്കെ ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിലാണ് നമ്മൾ കൊടുത്തത്. സോ ടാക്ടിക്കലി ദർ ആർ സ്റ്റിൽ ഇഷ്യൂസ്. ആ ഇഷ്യൂസ് ഒരു പക്ഷേ ഈ പറയുന്ന പോലെ ചിൽവെലും വന്നതിന്റെ പേരിലും ഈ കാർണെ ചുക്കോം വന്നതിന്റെ പേരിലും സോൾവ് ചെയ്യുന്ന പറയണം. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ നമുക്ക് കാണാനുണ്ടായി. സ്റ്റേർലിംഗ് ആ പറയുന്ന പോലെ ഹാഫ് സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ട് ഓവർലാപ്പ് ചെയ്തുകൊണ്ട് അപ്പുറത്തുനിന്ന് കോൾവിൽ പോകണ്ടായിരുന്നു. അപ്പൊ സ്റ്റേർലിംഗിന് ഹാഫ് സ്പേസ് കൊടുത്തിട്ട് പറഞ്ഞു. ആൻഡ് സ്റ്റേർലിംഗ് ആ ടൈറ്റ് സ്പേസിൽ നല്ലോണം കളിച്ചോളും. ഇനിയിപ്പോ അവിടെ കാർണെ ചുക്കോമൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു കാർണെ ചുക്കോമൊക്കെ ആസ് എ നമ്പർ 10 ആൻഡ് കോൾ പാൽമർ ആസ് എ പ്യുവർ റൈറ്റ് വിംഗർ ആൻഡ് ഓവർലാപ്പ് ചെയ്ത് ഓടാൻ വേണ്ടിയിട്ട് നമ്മുടെ ദിസാസി, ലെഫ്റ്റ് വിംഗിൽ സ്റ്റേർലിംഗ്, ബെൻ ചിൽവെൽ, പിന്നെ ഡബിൾ പിവറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എൻസോ കൈസഡോ. ഐ തിങ്ക് ദാറ്റ് ഷുഡ് സോൾവ് ദ പ്രോബ്ലം. ആ എൻസോ കൈസഡോ പിവറ്റ് അടിപൊളി ആയിരിക്കണം. ശരിക്കും എൻസോ ഫെർണാണ്ടസിന്റെ മൊത്തത്തിൽ ഹീറ്റ് മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ പുള്ളിക്കാരൻ ഒരുപാട് ഡീപ് ഡൗൺ ആണ് കളിച്ചത്. പിന്നെ കൈസഡോ അവസാനത്തെ ഒരു 20 മിനിറ്റ് ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരൻ പെർഫെക്റ്റ്ലി ആ നമ്പർ 6 റോള് തന്നെ കളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതല്ലാണ്ട് ഐ തോട്ട് എൻസോന്റെ കോസ് കംപ്ലീറ്റ്ലി മിസ് പ്രൊഫൈൽ ആദ്യ പകുതിയിൽ. പിന്നെ ആ 2 ഗോളൊക്കെ വന്നതിന് ശേഷമാണ് പിന്നെ കുറെ ഫ്ലൂയിഡിറ്റി നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത പ്രഷറും. പക്ഷെ അങ്ങനെ ഒരു
എടുത്തു പറയത്തക്ക രീതിയിലൊരു മൗത്ത് വാട്ടറിങ് ഉള്ളൊരു അറ്റാക്കിംഗ് ഡിസ്പ്ലേ ഒന്നും ഞാൻ കണ്ടില്ല. ഞാൻ ഈ പറയുന്ന പോലെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ന്യൂട്രൽ ആയിട്ടിരുന്ന് കാണുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ മറ്റേ പോസ്റ്റക്കോഗ്ലുവിന്റെയും ക്ലോപ്പിന്റെയും പെപ്പിന്റെയും ഒക്കെ സിസ്റ്റത്തിൽ നമ്മൾ കാണുമ്പോൾ ഉള്ളൊരു സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ മിഡിൽസ്ബ്രോ ഒരുപാട് മിസ്റ്റേക്ക് ചെയ്തു. ഇതേ മിസ്റ്റേക്ക് തന്നെ ആദ്യ കളിയിൽ കാണിച്ചു. അത് നമുക്ക് പീനലൈസ് ചെയ്യാൻ പറ്റിയില്ല. അത് ഞാൻ പറഞ്ഞേ, നമ്മൾ ഈ പ്രൊഫഷണൽ രീതിയിൽ കളിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ഗോൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കളിയുടെ ഗതികേട് മൊത്തം മാറും. ഒരു പ്രൊഫഷണൽ പെർഫോമൻസ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ചെൽസിയുടെ. ആൻഡ് കുറച്ച് കളികൾ ചെൽസിയുടെ നോക്കിയാൽ അറിയാം, വി ആർ ഡൂയിങ് ദ ജോബ്. നമ്മളൊരു വരുന്നു, നമ്മൾ ജോലി ചെയ്യുന്നു, അത് കാര്യങ്ങൾ കണ്ടെത്തുന്നു, നമ്മൾ ഗോൾ അടിക്കുന്നു, നമ്മൾ ജയിക്കുന്നു, മുന്നോട്ട് പോകുന്നു. അതാണ് ഫോമിലായിട്ട് നിൽക്കുന്നത്. സോ ഇഷ്യൂസ് ഉണ്ട്, ദർ ആർ ഗ്ലെയറിംഗ് ഇഷ്യൂസ് ടാക്ടിക്കലി. എനിക്ക് തോന്നുന്നു ആ ഇഷ്യൂസ് സോൾവ് ഔട്ട് ആവാനായിട്ടുള്ള പ്ലെയേഴ്സ് അവൈലബിൾ അല്ലാത്തതിന്റെയാണ്. അത് നമുക്കൊരു കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം, പോസ്റ്റക്കോഗ്ലു നോക്ക്, ജെയിംസ് മാഡിസൺ ഇല്ലാണ്ട് എങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നത്. ഓരോരോ കോച്ചുകളുടെ ഇത്. അൺഫോർച്ചുനേറ്റ്ലി പോച്ചറ്റിനോന് അതേ പൊസിഷനിൽ അതേ പ്ലേയേഴ്സ് തന്നെ വേണം. ആൻഡ് കാർണെ ചുക്വമേക്കന്റെ ഇൻട്രൊഡക്ഷൻ അത് ശരിക്കും നമുക്കിത് കാണാനുണ്ടായി. കാരണം ആ നോണി മാഡോക്കയുടെ ഗോള് ലീഡ് ചെയ്യാനാണോ? അല്ല, നോണി മാഡോക്കയുടെ ഒരു ഗോളിനല്ല, നോണി മാഡോക്ക റൈറ്റ് സൈഡ് കട്ട് ചെയ്തിട്ട് ഒരു ക്രോസ് ഉള്ളിലേക്ക് കൊടുത്തത്. അതിനൊരു കാരണം കാർണെ ചുക്വമേക്കായിരുന്നു. കാരണം പുള്ളിക്കാരൻ ഹാഫ് സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് കളിക്കാൻ നല്ലോണം അറിയാം. അപ്പോൾ ചിൽവെൽ വന്നോടെ ശരിക്കും പറഞ്ഞ ഏറ്റവും കൂടുതൽ ഉണ്ടായത് കോൾവിലാണ്. കോൾവിൽ സിൽവ ആൻഡ് ഒരുപക്ഷെ റൈറ്റ് സൈഡിൽ ദിസാസി, ഡബിൾ പിവറ്റ് ഓഫ് എൻസോ കൈസഡോ, പിന്നെ കാർണെ ചുക്വമേക്ക, സ്റ്റേർലിംഗ്, പാൽമർ ആൻഡ് ഫ്രണ്ടില് ബ്രോയ എങ്കിൽ ബ്രോയ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഓവറോൾ ഐ തിങ്ക് ദർ ആർ സ്റ്റിൽ ഇഷ്യൂസ് വിത്ത് ദാറ്റ് ലൈനപ്പ്. ഈ ഒരു ലൈനപ്പ് മാറിക്കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ ലൈനപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ കുറെ ഈ പറയുന്ന പോലെ നമ്പർ 10 സ്ലോട്ടും ഹാഫ് സ്പേസ് യൂട്ടിലൈസേഷന്റെ ഇഷ്യൂസ് ഒക്കെ ഒരുപാട് മാറി വരും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മുഡ്രിക്കിനെ എല്ലാവരും വധിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പൊതുവെ മുഡ്രിക്കിനെ കുറ്റം പറയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ മുഡ്രിക്കിനെ വധിക്ക രീതിയിൽ ഫസ്റ്റ് ഹാഫിലൊന്നും അങ്ങനെ കാണിച്ചില്ല. അങ്ങനെ മോശമൊന്നും എനിക്ക് കാണില്ല. അവൻ അല്ലെങ്കിൽ അവൻ ഭയങ്കര ഐസൊലേറ്റഡ് ആണ് പൊതുവെ. പിന്നെ അവൻ കൺഫ്യൂസ്ഡ് ആയിപ്പോയി, അവൻ എവിടെ കളിക്കേണ്ടത് ഒരു ഐഡിയ ഇല്ലാണ്ടായിപ്പോയി. റൈറ്റ് വിങ്ങറിൽ നിന്ന് ഹാഫ് സ്പേസിൽ വന്നു, എൻസോന്റെ ഒപ്പം നിൽക്കണോ ഇപ്പുറത്ത് കളിക്കണോ എന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷൻ ആയിപ്പോയി. 1-2 അവൻ ഒരു ത്രൂ ബോൾ റൺസ് അവൻ എടുത്തില്ല, അത് ഓക്കെ. പക്ഷെ അവന് കാര്യമായിട്ട് അവന് ചാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ അറ്റാക്ക് ഒക്കെ കംപ്ലീറ്റ്ലി റൈറ്റ് സൈഡർ ആയിരുന്നു. എനിക്ക് തോന്നുന്നു മുഡ്രിക്ക് കുറെ ഐസൊലേറ്റഡ് ആയി പോയോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആൻഡ് ഒരു പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ മുഡ്രിക്കിന്റെ അതാണ് കുഴപ്പം. അതായത് ഗെയിമിൽ നമ്മൾ അറിഞ്ഞ് ഇൻവോൾവ് ആവില്ല. ബോൾ അങ്ങോട്ട് പാസ്സൊക്കെ പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഓടിക്കോളും. പിന്നെ ആ പേസ് മാത്രം യൂട്ടിലൈസ് ചെയ്യും, 1-2 ഷോട്ട്. അങ്ങനെ വധിക്ക രീതിയിൽ മുഡ്രിക്കിന്റെ പെർഫോമൻസ് മോശമായിരുന്നു എന്നൊന്നും എനിക്ക് കളി കണ്ടപ്പോൾ തോന്നിയില്ല. എൻസോ വാസ് ഗുഡ്. എൻസോ വാസ് ആൻ എക്സലന്റ്. ഫസ്റ്റ് ഹാഫിൽ ഗോൾ അടിച്ചു. പിന്നെ ഞാൻ പറഞ്ഞ ഔട്ട് ഓഫ് പൊസിഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ എൻസോനെ കളിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പതുക്കെ പുള്ളിക്കാരനെ ഡ്രോപ്പ് ഡൗൺ ചെയ്ത പുള്ളിക്കാരന്റെ ഏരിയയിൽ വന്ന് കളിച്ചതിൽ നല്ല അടിച്ചു. സിയാഗോ സിൽവ വാസ് ഫാന്റാസ്റ്റിക്. ലെവി കോൾവിൽ വാസ് ഗുഡ്. ദിസാസിയുടെ ഗോള്, പിന്നെ ഒരു ഗോളും കൂടെ അടിക്കായിരുന്നു, പാൽമറിന്റെ ഒരു ത്രൂ ബോൾ. പാൽമർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാസ് വെറും ടോപ്പ് നോച്ച്. സോ ക്രെഡിറ്റ് പോച്ചറ്റിനോന്. ഗാലഗറിനെ പിടിച്ചിരുത്തി. ആരും പ്രതീക്ഷിച്ചില്ല ഗാലഗർ ബെഞ്ചിരിക്കുന്നുള്ളത്. കുഡോസ്. ആ ഒരു ഡിസിഷൻ സമ്മതിച്ച് ഗാലഗറിനെ പിടിച്ച് ബെഞ്ചിലിരുത്തി. എന്നിട്ട് ബാക്കിയുള്ള പ്ലേയേഴ്സിനായിട്ട് കളിപ്പിച്ചു. എല്ലാവരെയും കറക്റ്റ് പൊസിഷനിലിട്ടു. നമുക്ക് എപ്പോഴും ആ സ്ട്രൈക്കറിന്റെ അഭാവം അല്ലെങ്കിൽ സ്ട്രൈക്കറിന്റെ ഒരു മിസ് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. സോ ഗുഡ് സോളിഡ് പെർഫോമൻസ്, പ്രൊഫഷണൽ പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദർ ആർ ഗ്ലെയറിംഗ് ടാക്ടിക്കൽ ഇഷ്യൂസ്. ഈ പറയുന്ന ഞാൻ നേരത്തെ പിന്നീട് പറഞ്ഞ ലൈനപ്പിന്റേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ ഇഷ്യൂസ് സോൾവ് ആകും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയേഴ്സ് തന്റേതായ റൈറ്റ് സ്ലോട്ടിലാണ് കളിക്കാനായിട്ട് പോകുന്നത്. കൈസഡോ, എൻസോ ഡബിൾ പിവറ്റ്. ആസ്റ്റൺ വില്ലയായിട്ട് അത് എങ്ങനെ കളിക്കുന്ന അറിയാം. എനിക്ക് ആസ്റ്റൺ വില്ലയായിട്ടും ലിവർപൂളായിട്ടും വലിയ ടെൻഷൻ ഇല്ല. കാരണം നമുക്ക് എപ്പോഴും പ്രശ്നം ലോ ബ്ലോക്ക് ടീമാണ്. നമ്മളായിട്ട് അറ്റാക്കിംഗ് ആയിട്ട് അഗ്രസീവ് ആയിട്ട് കളിക്കുന്ന ടീമായിട്ട് നമ്മൾ കട്ടയ്ക്ക് നിന്നോളും. അതിൽ വലിയ തലവേദനയൊന്നുമില്ല. അതിൽ പോസിറ്റീവോ സെറ്റപ്പ് ചെയ്യാൻ അറിയാം. പക്ഷേ ലോ ബ്ലോക്കാണ് ഏറ്റവും വലിയ തലവേദന. എനിക്കത് പറയണം തോന്നി, ഞാൻ പറഞ്ഞു. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ തോട്ട്സ് കമന്റ് സെക്ഷനിൽ പറയാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. സൈനിങ് ഓഫ് എസ്കേ ഫ്രം ചർച്ചിക്കാരൻ.